നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ആരൊക്കെയാണ് ഉണ്ടാവുക എന്നത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. നേഷൻസ് ലീഗിൽ മിക്ക ഗ്രൂപ്പുകളിലും 6 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി ഗ്രൂപ്പ് 3 മാത്രമാണ് 6ാം റൗണ്ട് മത്സരങ്ങൾ നടക്കാനുള്ളത്. ഇന്ന് നടക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ മുന്നോട്ട് എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുള്ളതാണ്. നോക്കുക, പോർച്ചുഗലാണ് ഗ്രൂപ്പ് 1 ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ലീഗ് എയുടെ ഗ്രൂപ്പ് 1 ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് 6 കളികളിൽ നിന്ന് 14 പോയിൻറ്റ്. രണ്ടാമത് ക്രൊയേഷ്യ 6 കളികളിൽ നിന്ന് 8 പോയിൻറ്റ്. ഈ രണ്ട് ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് അവിടെ കടന്നു. ലീഗ് എയുടെ ഗ്രൂപ്പ് 2 ഫ്രാൻസ് 6 കളികൾ 13 പോയിൻറ്റ്, ഇറ്റലി 6 കളികൾ 13 പോയിൻറ്റ്. അവർ യഥാക്രമം 1, 2 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. രണ്ട് ടീമും ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു. ലീഗ് എയുടെ ഗ്രൂപ്പ് 3 5 കളികളെ നടന്നുള്ളൂ. ജർമ്മനി 5 കളികളിൽ നിന്ന് 13 പോയിൻറ്റോടെ ഒന്നാമതും 5 കളിയിൽ നിന്ന് 8 പോയിൻറ്റുള്ള നെതർലൻഡ്സ് രണ്ടാമതുമാണ്. 5 കളിയിൽ നിന്ന് 5 പോയിൻ്റാണ് ഹംഗറിക്കുള്ളത്. പക്ഷേ അവർക്ക് ഇപ്പം ഇന്നത്തെ മത്സരത്തിൽ എതിരാളികളായിട്ട് വരുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയെ അങ്ങനെ തോൽപ്പിച്ചാൽ മാത്രം 8 പോയിൻറ്റ് പിടിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാമെന്ന് കരുതേണ്ടതില്ല. അവരുടെ ഗോൾ ഡിഫറൻസ് -7 ആണ്. അതേസമയം നെതർലൻഡ്സിൻ്റെ ഗോൾ ഡിഫറൻസ് +6 ആണ്. സോ നെതർലൻഡ്സും ജർമ്മനിയും അടുത്ത റൗണ്ട് എന്നുള്ളത് ഉറപ്പാക്കി കഴിഞ്ഞ കാര്യമാണ്. ലീഗയുടെ ഗ്രൂപ്പ് 4 സ്പെയിന് അപരാജിത കുതിപ്പ് നടത്തി. 6 കളികൾ 5 വിജയം 1 സമനില, 16 പോയിൻറ്റോടെ ഒന്നാമത് അവരും. 6 കളിൽ നിന്ന് 8 പോയിൻറ്റുള്ള ഡെൻമാർക്ക് രണ്ടാമതും. ഈ രണ്ട് ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നത്. അപ്പോൾ അത് ഏതൊക്കെ ടീമുകളാണ് എന്നത് ഉറപ്പായി കഴിഞ്ഞു. ഇനി ആരൊക്കെ തമ്മിലായിരിക്കും പരസ്പരം ഏറ്റുമുട്ടുക എന്നാണ് നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. ഇതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടും എന്നുള്ളത് ക്വാർട്ടർ ഫൈനലിൻ്റെ ഡ്രോ, ആ നറുക്കെടുപ്പ് ഇപ്പോൾ കഴിയണം. ആ നറുക്കെടുപ്പ് നടക്കുന്നത് നവംബർ 22-നാണ്. അന്നറിയാം ഏതൊക്കെ ടീമുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടും എന്നുള്ളത്. ക്വാർട്ടർ ഫൈനലിലെ ഫസ്റ്റ് ലെഗ് മാർച്ച് 20-നും, അതായത് 2025 മാർച്ച് 20-ന്. സെക്കൻഡ് ലെഗ് 2025 മാർച്ച് 23-നുമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സോ ഇനി നറുക്കെടുപ്പിൽ ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ പോർട്ടുകളിലാണെന്ന കാര്യം നോക്കുക. പോർച്ചുഗലും ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും പോർട്ട് 1-ലും, ഇറ്റലിയും നെതർലൻഡ്സും ക്രൊയേഷ്യയും ഡെൻമാർക്കും പോർട്ട് 2-ലുമാണ്. സോ പോർട്ട് 1-ൽ നിന്നുള്ളൊരു ടീം പോർട്ട് 2-ലെ ടീമുമായിട്ടാണ് ഏറ്റുമുട്ടേണ്ടത്. അത് ഒരേ ഗ്രൂപ്പിൽ നിന്ന് കയറി വന്നവർ തമ്മിൽ മത്സരവുമില്ല. സോ പോർച്ചുഗലിൻ്റെ എതിരാളികളായിട്ട് വരാൻ സാധ്യതയുള്ളത് ഇറ്റലി, നെതർലൻഡ്സ്, ഡെൻമാർക്ക്, ഈ 3 ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീമായിരിക്കും. സോ ക്വാർട്ടർ ഫൈനലിൽ ഏത് ഓപ്പണറിനെ കിട്ടാനാണ് താല്പര്യമെന്ന് ഇന്നലെ പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസിനോട് ചോദിക്കേണ്ടതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കിരീടം തന്നെ വിജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് എതിരാളിയോടും, എത്ര മികച്ച എതിരാളിയോടാണെങ്കിലും ഞങ്ങൾ ഏറ്റുമുട്ടേണ്ടതുണ്ട്. സോ ഏത് എതിരാളിയാണെങ്കിലും കുഴപ്പമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇൻജോർഡ് പ്ലേയേഴ്സൊക്കെ തിരികെ എത്തുക, മികച്ച രൂപത്തിൽ ടീം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓപ്പണൻസ് ഏതായാലും അത് സംഭവിക്കട്ടെ, അത് ഡ്രോയിലൂടെ സംഭവിക്കട്ടെ, അതല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട കൺസേൺ എന്നാണ് ഇപ്പോൾ റോബർട്ടോ മാർട്ടിൻസ് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.